ആ, ഓക്കെ. ലൈക്ക് ഇതിൽ സംസാരിക്കുമ്പോഴേ ഉം. നമ്മൾ ഈ തടിയുടെ കാര്യം എന്താ പറയണേ, എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നേരത്തെ ജെറിൻ പറഞ്ഞ പോലെ തന്നെ ഈ തടിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം തടി നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കേസാണ്. ഇപ്പൊ പൊണ്ണത്തടി എന്ന് പറയുന്നത് ലൈക്ക് അതൊരു എന്താ പറയുക ഒരു രോഗമായിട്ട് വരെ നമ്മൾ കാണുന്ന ഒരു കാലമാണ്. ഒബീസ് ആവുക എന്ന് പറയുന്നത് ഹെൽത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ അത് നമുക്കിപ്പോൾ ആസ് എ ഫ്രണ്ട് പലപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് ഐ മീൻ എന്താ പറയുക, ലൈക്ക് ഹരാസ് ചെയ്യുന്ന പോലെ അല്ല ഞാൻ പറയുന്നത്. ലൈക്ക് നമുക്കത് പറയേണ്ടി വരും, ഇങ്ങനെ വണ്ണം വെക്കുമ്പോൾ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനെ ബാക്ക് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നത് ഒരു ഫാക്റ്റായി ഇരിക്കെ തന്നെ ലൈക്ക് ഞാൻ ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അയാൾ അങ്ങനെ ആയിട്ട് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് എന്നുള്ള അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ നമുക്ക് എന്താ പറയണ, ഒരാൾ ഒബിയസ് ആണ് എന്ന് നമുക്ക് ഒരാളുടെ ഇപ്പം നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അപ്പോഴും അയാൾക്ക് തീരുമാനം എടുക്കുക അയാൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെയാണ് വേണ്ടത്. ഇപ്പം നിറത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹരാസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവല്യൂഷൻ വഴിയാണ് നമ്മൾ ഇവോൾവ് ആയി വന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതാണ് വാസ്തവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എവല്യൂഷൻ പരമായിട്ട് ഏതൊരു ജീവി എടുക്കുകയാണെങ്കിലും അവർ ചൂസ് ചെയ്യുന്നത് അവരുടെ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്, അവർക്ക് അടുത്ത തലമുറ വളരെ ഹെൽത്തിയും വളരെ അട്രാക്റ്റീവും ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ, അല്ലെങ്കിൽ അടുത്തൊരു തലമുറ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാ ജീവികളും ശ്രമിക്കുന്നത്. ലൈക്ക് എവല്യൂഷൻ പല പല രീതിയിലാണ് നമ്മൾ പറയാറ്, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരുപാട് തലങ്ങൾ പറയാറുണ്ട്. അതിൽ സെക്ഷൽ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറലി ഇങ്ങനെ ചെയ്ത് വന്നതാണ്. പക്ഷെ ഇങ്ങനെ ചെയ്തിപ്പം മയിലിന്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. മയിൽ ഇണയെ ആകർഷിക്കാനായിട്ട് പീലി വിടർത്തുന്നതും പീലി കൂട്ടുന്നതും. മയിൽ അങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സോഷ്യലൈസ്ഡ് ആണ്, സിവിലൈസ്ഡ് ആണ്. ആ വാക്കാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ സിവിലാണ്. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ കാട്ടിൽ എന്താ പറയുന്നത്, കൈകാലുകൾ വയ്യാത്ത ഒരു മാൻ കുഞ്ഞ് ജനിച്ച് വീഴുമ്പം ആ മാൻ ഉണ്ടാവുന്ന അവസ്ഥയായിരിക്കില്ല ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ച് വീഴുമ്പം. നമ്മൾ അവരെ കൂടെ നിർത്താനായിട്ട്, അവരെ നമ്മളൊപ്പം ഓടിച്ചു കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രമിക്കും. ഇപ്പൊ നമ്മൾ ഹോക്കിൻസിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളിക്കാരൻ ഒരു 100 വർഷം മുന്നെയാണ് ജനിച്ചതെങ്കിൽ ഒരിക്കലും പുള്ളിക്കാരന്റെ വഴിയെ വന്ന ഒരു കാര്യങ്ങളും നമ്മൾ അറിയില്ല, അല്ലെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും പേരിലായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ലൈക്ക് ഒരാളെ മെന്റലി ഹരാസ് ചെയ്യുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ തളർത്തുന്ന ഇത് പറയുന്നത് കേൾക്കുമ്പം ഈ നമ്മുടെ കൂടെ ഇരുന്ന് ഈ കേൾക്കുന്ന ആളും ചിരിച്ച് തള്ളുകയായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ചിരിച്ച് കളയാൻ പറ്റുന്നതല്ല. കാര്യം ഇപ്പൊ ലൈക്ക് പിന്നെ ഇപ്പൊ ഒരാൾ പറയുകയാണ്, എന്താ പറയണേ, എന്താ പറയണ, ഐ എം പ്രൗഡ് വിത്ത് മൈ സെൽഫ്, ഞാൻ എൻ്റെ എന്താ പറയണേ, ഞാൻ എന്നിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. കാര്യം അയാളായിട്ട് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ് അയാൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അതിൽ അയാൾക്ക് അഭിമാനപ്പെടാം. പക്ഷെ ഒരാൾ പറയുകയാണ് ഞാൻ എൻ്റെ നിറത്തിൽ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റുള്ളൂ. കാര്യം അത് അയാൾ ഉണ്ടാക്കിയതല്ല, അയാൾക്ക് അതിലൊരു പങ്കുമില്ല. അയാള് മുന്നേ എപ്പോഴോ ഉണ്ടായിരുന്ന ഒരുപാട് വലിയൊരു ലൈനിലെ അവസാനത്തെ ഒരു അംഗമായിട്ട് നിൽക്കുന്നതാണ്. അയാൾ മാത്രമായിട്ട് അയാളുടെ ശരീര ഘടനയോ കാര്യങ്ങളോ ഒരു പരിധി വരെ ഈ പറഞ്ഞ തോട്ട്സും ക്യാരക്ടറൊക്കെ അതിൽ വരുന്നെങ്കിലും അതിലൊക്കെ സ്വന്തമായിട്ട് നമുക്ക് എന്താ പറയണ, സ്വന്തമായിട്ടും ചുറ്റുപാടുകളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പക്ഷെ ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മുടെ കയ്യിൽ, അതായത് ഒരു പേഴ്സൺ, ഞാനൊരാളാണ്, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എനിക്ക് ഹൈറ്റ് ഒരുപാട് കൂടുതലാണ്, അതുകൊണ്ട് ആൾക്കാരെന്നെ തോട്ടേന്ന് വിളിക്കുന്നു. ലൈക്ക് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, മനസ്സിലായോ? അവിടെ എനിക്ക് പ്രൗഡ് ചെയ്യാനാ. ഞാൻ അങ്ങനെ എന്താ പറയുക, എൻ്റെ ഈ പറഞ്ഞ പോലെ ശാരീരിക ഘടനയിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ശാരീരിക ഘടന ഉണ്ടെങ്കിൽ ഞാൻ അതിൽ അഭിമാനം കൊള്ളേണ്ടി വരും. ഇത് രണ്ടും ഒരേപോലെ എടുക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരാൾക്ക് എന്തെങ്കിലും എബിലിറ്റി, അതായത് ഫിസിക്കലി ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ, അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു എബിലിറ്റിയിൽ നമ്മൾ കൈയടിക്കുന്ന പോലെ തന്നെയാണ് എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ നമ്മളത് കളിയാക്കുന്നത്. ഞാൻ രണ്ടും ഒരേ തലത്തിൽ കാണുന്ന ഒരാളാണ്. എനിക്ക് ഈ വിഷയത്തിൽ ഇങ്ങനെ നോക്കി കാണാനാണ് താല്പര്യം.